പത്തനംതിട്ട റാന്നിയിൽ പമ്പാ നദിയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 3 പേരിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. 2 പേർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. പ്രവീൺ പുരുഷോത്തമനുണ്ട് അവിടെ നിന്നും. പ്രവീൺ, ഇപ്പോൾ തിരച്ചിൽ തുടരുകയാണെന്ന് അറിയുന്നു. ആരാണ് ഒഴുക്കിൽപ്പെട്ടതെന്ന് തിരിച്ചറിയാനായിട്ടുണ്ടോ? വിനീത, പത്തനംതിട്ട റാന്നിയിൽ പമ്പാ നദിയിലാണ് 3 പേർ ഒഴുക്കിൽപ്പെട്ടത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്താണ് ഈ ഒരു അത്യാഹിതം സംഭവിച്ചത്. ഈ 3 പേർ ഇവിടെ കുളിക്കുന്നതിനായി എത്തിയത് ആണ് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഈ ഭാഗത്ത് നല്ല ആഴമുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഇതിൽ ഒരു കുട്ടിയുടെ മൃതദേഹം കിട്ടിയിട്ടുണ്ട്. ഗൗതം സി എന്നാണ് പേര്. ഇവിടെ റാന്നിക്ക് സമീപം കുത്തുകല്ലുകൾ പടിയിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഗൗതം. ഒപ്പം ഇവിടെ ഒഴുക്കിൽപ്പെട്ടത് ഗൗതമിന്റെ അച്ഛന്റെ ചേട്ടന്റെ മകൾ എന്നിവരാണ്. ഈ 3 പേരാണ് ഒഴുക്കിൽപ്പെട്ടത്. ഇപ്പോൾ ഗൗതമിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. റാന്നി MS ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഗൗതമിന്റെ അച്ഛന്റെ ചേട്ടനും ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ട്. ഒപ്പം ചേട്ടന്റെ മകളും. ഈ 2 പേർക്കായിട്ടുള്ള തിരച്ചിൽ ഇവിടെ തുടരുകയാണ്. ഇപ്പോൾ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും ഒപ്പം പത്തനംതിട്ട MP ആന്റോ ആന്റണിയും എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല ഒഴുക്കും അതുപോലെ തന്നെ നല്ല ആഴമുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഈ കണ്ടുനിന്നവർ പറയുന്നത് ഇവർ 3 പേർ ഇവിടേക്ക് വന്നു. അതിനുശേഷം ഈ 3 പേർ ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ സ്ഥലത്തേക്ക് ഇറങ്ങുകയായിരുന്നു. ഇവിടെ നമുക്ക് ദൃശ്യത്തിൽ കാണാൻ നല്ല ആഴമുള്ള സ്ഥലമാണ്. ഒറ്റ നോട്ടത്തിൽ വലിയ ആഴമുണ്ടെന്ന് തോന്നില്ല. അതിനുശേഷം ഇവർ ആദ്യം ഈ ഗൗതമിന്റെ അച്ഛന്റെ സഹോദരനാണ് ഈ ഭാഗത്തേക്ക് ഇറങ്ങിയപ്പോൾ നിലയില്ലാത്തതിനാൽ, നല്ല ആഴമുള്ള സ്ഥലമായതിനാൽ രക്ഷപ്പെടുത്തുന്നതിനായിട്ട് ഗൗതമും ഒപ്പം കൂടെ ഇറങ്ങി. 2 പേർ മുങ്ങുന്നത് കണ്ടാണ് ഈ സഹോദരന്റെ അച്ഛന്റെ ചേട്ടന്റെ മകൾ പിന്നീട് ഇറങ്ങിയത്. അങ്ങനെ 3 പേർ ഈ വലിയ കുഴിയിലേക്ക് പോവുകയായിരുന്നു. ഇതിന് തൊട്ടടുത്ത് തന്നെ 3-4 സ്ത്രീകൾ തുണി അലക്കുന്നതിനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരാണ് ഇത് ആദ്യം കണ്ടത്. ഇറങ്ങിയപ്പോൾ തന്നെ അവർ പറഞ്ഞുവെന്ന് പറയുന്നുണ്ട്, അതായത് ആഴമുള്ള സ്ഥലമാണ്, അങ്ങോട്ടേക്ക് ഇറങ്ങരുതെന്ന്. പക്ഷേ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ഇവർ ആഴമുള്ള ഭാഗത്തേക്ക് പോയി എന്നാണ് ഈ കണ്ടുനിന്നവർ പറയുന്നത്. ഏതായാലും ഇതിലിപ്പോൾ ഗൗതമിന്റെ മൃതദേഹമാണ് അല്പസമയം മുമ്പ് കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഫയർഫോഴ്സിന്റെ ഒക്കെ അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. അതെ, ഞങ്ങൾ പറഞ്ഞ ചെറുകോൾ പുഴ ഹിന്ദുമത പരിഷത്തിൽ പങ്കെടുക്കാനായിട്ടാണ് എത്തിയത്. അവിടെ ആ പ്രോഗ്രാം ആരംഭിച്ച ഉടനെ ഇതറിഞ്ഞു. അവിടുന്ന് MLAയും MP ഉൾപ്പെടെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തിരിക്കുകയത്. അപ്പോൾ നമ്മൾ സ്ക്യൂബ ടീമിന്റെ ഒരു ഘട്ടമാണ് ഇപ്പം നടക്കുന്നത്. അതിലൊരാളെ നമുക്കിപ്പം കിട്ടിയിട്ടുണ്ട്. 2 പേർക്കുള്ള തെരച്ചിൽ തുടരുകയാണ്. റാന്നി MLA പ്രമോദ് നാരായണനും ഇപ്പോൾ ഒപ്പമുണ്ട്. MLA, ഇവിടെ നമുക്കറിയാം പല കടവുകളിലും ഇതുപോലെ അപകടങ്ങൾ ഇതിനു മുമ്പും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു അത്യാഹിതം സംബന്ധിച്ച് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? നമുക്ക് ഇപ്പോൾ നമ്മുടെ ഒരു മാനസികാവസ്ഥ അത്തരം സംഭവങ്ങൾക്ക് പ്രതികരിക്കാവുന്നതല്ല. നമുക്ക് ഈ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി തിരിച്ചു കിട്ടണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത്. കാരണം 4 മണി കഴിഞ്ഞാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ അതുണ്ടായപ്പോൾ അത് കണ്ടുകൊണ്ട് നിന്ന അമ്മ ഇവിടെയുണ്ട്. ഒരാൾക്ക് സാരി ഇട്ട് കൊടുത്ത് അതിൽ പിടിച്ചാണ് ഒരു സഹോദരി അകത്തേക്ക് വന്നത്. എന്നാൽ അതിലൊരു കുഞ്ഞ് തന്റെ അച്ഛൻ മുങ്ങുന്നത് കണ്ടിട്ട് ഈ സാരിയിൽ പിടിക്കാതെ അച്ഛൻ മുങ്ങുന്നു എന്ന് കണ്ടിട്ടാണ് ആ കുഞ്ഞിനെയുമാണ് ഇപ്പോൾ നമുക്ക് കാണാതെ പോയിരിക്കുന്നത്. വളരെ ദാരുണമായിട്ടുള്ള സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് അവരെ എത്രയും പെട്ടെന്ന് ജീവനോടെ കിട്ടണം എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ മുമ്പിലുള്ള പ്രാർത്ഥനയും അതിനുള്ള ശ്രമവുമാണ്. കടവുകൾ ഇവിടെ ഇതൊരു അപകടാവസ്ഥയുള്ളതാണ്. ഈ പ്രദേശങ്ങൾക്ക് പരിചിതമാണ്. എന്നാൽ ഇവര് പുതുശ്ശേരിമല ഭാഗത്ത് താമസിക്കുന്നവരാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ ഇറങ്ങുന്നതിന് മുമ്പും പറഞ്ഞിരുന്നു എന്നാണ് അറിയുന്നത്, കുഴിയുണ്ട്, സൂക്ഷിക്കണേന്ന്. എന്തായാലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു സംഭവമാണ് ഉണ്ടായത്. നമുക്ക് അവരെ ജീവനോടെ അവരെ രക്ഷിക്കാൻ കഴിയുന്ന ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. മറ്റു കാര്യങ്ങൾ നമുക്ക് പിന്നീട് പ്രതികരിക്കാവുന്നതാണ്. ശരി, ഏതായാലും അപകടത്തിൽപ്പെട്ടവർ കണ്ടെത്തിയിരിക്കുന്നു. മറ്റ് 2 പേർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. പ്രവീൺ പുരുഷോത്തമൻ അവിടെ തന്നെയുണ്ട്. നമുക്ക് അതിലേക്ക് തിരിച്ചു